ആരെ കാണിക്കാനാണ് ഒരുപാട് ഒരുങ്ങിക്കെട്ടി സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോകുന്നത്? കൂടെ പഠിക്കുന്ന ആൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ പാടില്ല. ഇങ്ങനെ ദേഷ്യം വരുന്നത് നിനക്ക് തല്ലുകൊള്ളാത്തതിൻ്റെയാണ്. ഒരുപാട് നേരായി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നീ ശരിക്കും പറ, എന്താണ് ഇങ്ങനെ ഇത്ര നേരം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാനുള്ള കാരണം? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കുറേ നാൾ മുൻപ് ടീനേജിൽ കൂടി കടന്നുപോയവര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എല്ലാവരും പറയും ആരെ കാട്ടാനാണ് ഒരുങ്ങുന്നതെന്ന്. അത് ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങലായിട്ടൊക്കെ നിൽക്കും ചില ആളുകൾക്ക്. ചിലരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് മനസാക്ഷിക്കുത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അയ്യോ, ഞാൻ ആരെങ്കിലും കാട്ടാൻ വേണ്ടിയിട്ടാണോ ഇനി അങ്ങനെ ചെയ്തത് എന്നാലോചിച്ചിട്ട്. കാലം കുറെ കടന്നുപോയി ഒരു ഏജിൽ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും നമ്മുടെ കുഴപ്പമില്ല, ആ സമയത്തുള്ള ഒരു ഹോർമോണിന്റെ കളിയാണെന്ന്. ആ സമയത്ത് നമുക്ക് അകാരണമായി ദേഷ്യം വരും, സന്തോഷം വരും, ചില അട്രാക്ഷൻ തോന്നും, ശരീര വളർച്ചയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ ഭയപ്പെട്ട് നിൽക്കുന്ന ചില സമയങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ പാരൻസ്, മിക്കവാറും പാരൻസ് തയ്യാറായിട്ടില്ല. ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ പാരൻസും കുട്ടികളും സംസാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കാലമൊക്കെ മാറിയല്ലേ. അപ്പനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കുന്ന കാലമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ അറിയണം എന്നാഗ്രഹിച്ചിരുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കില്ലായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ജീവിതത്തിൽ, അതൊക്കെ നമ്മുടെ കുട്ടികളോട് ഓപ്പണായി മെച്ചോർഡായി വളഞ്ഞ് തിരിഞ്ഞ് വേണ്ടാത്തതൊക്കെ കണക്ട് ചെയ്ത് പറയാതെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവർക്ക് നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്. അവരതിനെ ആ ലെവലിൽ എടുത്തോളും. Let light shine out of darkness.